നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വിവാഹ പാർട്ടി ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സുരേഷ് ഗോപിയുടെ മക്കൾ 4 പേരിൽ ആദ്യമായി കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് മൂത്ത മകൾ ഭാഗ്യ സുരേഷാണ്. ശ്രേയസ് മോഹന്റെ വധുവായി ഭാഗ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തും എന്ന വിശേഷം കൂടിയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് 17-നാണ് ഭാഗ്യയുടെ വിവാഹം നടക്കുക. പക്ഷേ അതിനൊക്കെ ഇടയിലും ഒരു കുടുംബത്തിന്റെ ദുഃഖം അകറ്റിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകൻ കെ.ജി. പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി ഏറ്റെടുത്തു. ഇതിനൊക്കെയിടെ സുരേഷ് ഗോപിയുടെ ഇടപെടലുകളെ പുകഴ്ത്തി നടൻ ജയറാമും രംഗത്ത് വന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് ജയറാം പറഞ്ഞ ചില കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ആ പാവം ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുകയാണെന്നാണ് ജയറാം പറയുന്നത്. ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. വരുന്ന 17-ാം തീയതി ഗുരുവായൂരിൽ വെച്ച സ്വന്തം മകളുടെ കല്യാണമാണ്. ജയറാം പറയുന്നു, ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും. സ്വന്തം മോൾക്ക് സ്വർണമെടുക്കാൻ പൈസയുണ്ടോ എന്ന് നോക്കില്ല. കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസയുണ്ടോ എന്ന് നോക്കില്ല. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അതാണ് സുരേഷ് ഗോപി. ഇതായിരുന്നു ജയറാമിന്റെ സുരേഷ് ഗോപിയെ കുറിച്ചുള്ള പ്രതികരണം. അതെന്തായാലും അച്ചട്ടാണ്. കാരണം അതുകൊണ്ടാണല്ലോ പ്രസാദിന്റെ കടം തീർക്കലിലെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായത്. പ്രസാദിന്റെ വീടും വസ്തുവും ജപ്തി ചെയ്യാൻ പട്ടികജാതി വർഗ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച വാർത്ത ബി.ജെ.പി. പരിസ്ഥിതി സെൽ സ്റ്റേറ്റ് കോ കൺവീനറും അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതി ചെയർമാനുമായ ഗോപൻ ചെന്നിത്തല സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു കുടുംബത്തിന്റെ കടബാധ്യത സുരേഷ് ഗോപി ഏറ്റെടുത്തത്. സുരേഷ് ഗോപിയുടെ അതിവിശ്വസ്തനാണ് ഗോപൻ ചെന്നിത്തല. നേരത്തെ സുരേഷ് ഗോപിയുടെ പേഴ്സണൽ സ്റ്റാഫായും പ്രവർത്തിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല ഇന്നലെ പട്ടികജാതി വർഗ വികസന കോർപ്പറേഷനിലെത്തി പ്രസാദിന്റെ ഭാര്യ ഓമനയുടെ പേരിലുള്ള സ്വയം തൊഴിൽ വായ്പാ പലിശയും കുടിശ്ശികയും ഉൾപ്പെടെ തിട്ടപ്പെടുത്തി. മുഴുവൻ പണവും അടയ്ക്കുമെന്ന് ഗോപൻ ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഓഫീസും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് ലോണുകളും പലിശക്കടങ്ങളും ഉൾപ്പെടെ മുഴുവൻ ബാധ്യതയും തീർക്കാമെന്നാണ് സുരേഷ് ഗോപി സമ്മതിച്ചത്. പ്രസാദിന് പണം കടം നൽകിയവരുമായും മൈക്രോ ഫിനാൻസ് കമ്പനികളുമായും ബന്ധപ്പെട്ട് ബാധ്യതകൾ തിട്ടപ്പെടുത്തി ഇടപാടുകൾ തീർക്കും. സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം ഗോപൻ ചെന്നിത്തല തകഴി കുന്നുമ്മയിലുള്ള വീട്ടിലെത്തി ഓമനയെയും മക്കളെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഓമനയും കുടുംബം പണമടയ്ക്കാനായി ഗോപൻ ചെന്നിത്തലയ്ക്കും ബി.ജെ.പി. നേതാക്കൾക്കുമൊപ്പം ആലപ്പുഴയിലെ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിൽ എത്തുന്നുണ്ട്. ജപ്തി നോട്ടീസ് കിട്ടി എന്ത് ചെയ്യുമെന്ന് എത്തും പിടിയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത അവരെ തേടി വരുന്നത്. ഈ വാർത്തയ്ക്ക് ശേഷം നിരവധി പേരാണ് ആശ്വാസവുമായി എത്തിയത്. മുംബൈയിൽ നിന്ന് സുരേഷ് ഗോപിയുടെ ആരാധകൻ കൂടിയായ ഒരാൾ 17,600 രൂപ ഗൂഗിൾ പേയിൽ തന്നു. ഈ പണം കോർപ്പറേഷനിൽ അടയ്ക്കാൻ പോകാനിരിക്കെയാണ് ഗോപൻ ചെന്നിത്തല വന്ന് സുരേഷ് ഗോപിയുടെ വാഗ്ദാനം അറിയിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. മൈക്രോ ഫിനാൻസ് ലോണുകളും പലിശക്കടങ്ങളും ഉൾപ്പെടെ മുഴുവൻ ബാധ്യതകളും തീർക്കാമെന്നാണ് സുരേഷ് ഗോപി സമ്മതിച്ചിരിക്കുന്നത്. പ്രസാദിന് പണം കടം നൽകിയവരുമായും മൈക്രോ ഫിനാൻസ് കമ്പനികളുമായും ബന്ധപ്പെട്ട് ബാധ്യതകൾ തിട്ടപ്പെടുത്തി ഇടപാടുകൾ തീർക്കും. സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണമാണ് ഗോപൻ ചെന്നിത്തലയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. പ്രസാദിന്റെ ഭാര്യ ഓമന 2022 ഓഗസ്റ്റ് 27-ന് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത സ്വയം തൊഴിൽ വായ്പയിൽ 17,600 രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ജപ്തി നോട്ടീസ് അയച്ചത്. ഓമനയുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനിക്കുന്നതിനായി മന്ത്രിക്കും ഹെഡ് ഓഫീസിലേക്കും റിപ്പോർട്ട് നൽകുമെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ പറഞ്ഞു. പാട്ടത്തിനടുത്ത 3.5 ഏക്കറിൽ വളമിടാൻ 1.5 ലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് 2023 നവംബർ 11-നാണ് പ്രസാദ് ജീവനൊടുക്കിയത്. പ്രസാദിന്റെ കുടുംബത്തിനെതിരായ ജപ്തി നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പലിശ ഇളവുകൾ നൽകി ഒറ്റത്തവണയിലൂടെ വായ്പ തീർപ്പാക്കും. കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ എം.ഡിയോട് അടിയന്തര റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അത് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി കെ. രാധാകൃഷ്ണൻ അറിയിച്ചത്. നന്ദി.